ഇതാണ് ആക്ടർ ബേസിൽ ജോസഫ് പറഞ്ഞ് വൈറലാക്കിയ ആ ഒരു ഐറ്റം. പച്ച നിറത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രുചിയുടെ ലോകം. പ്രോൺ നിർവാണ, കൊഞ്ചിൻ്റെ ഒരു വെറൈറ്റി ഐറ്റം. സീ ഫുഡ് ലവേഴ്സ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. മരണമാസ് രുചിയിൽ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ആ പച്ച മസാലയാണ് മറ്റ് പ്രോൺ കറികളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. നല്ല ഫ്രഷ് കൊഞ്ച് കിട്ടുമ്പോൾ മാത്രമേ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ പാടുള്ളൂ കേട്ടോ. 1 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ കൊഞ്ച് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പച്ച മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വലിയ പിടിയോളം മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി ഒരു പിടി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക. കൊഞ്ചിൻ്റെ അളവനുസരിച്ച് സാധനങ്ങളുടെ അളവിൽ വ്യത്യാസപ്പെടുത്തിക്കോണേ കൂട്ടുകാരെ നിങ്ങളും. അടുത്തതായിട്ട് ഒരു വലിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് 15 കൊച്ചുള്ളി 2ആയി പിളർന്നത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ മിക്സിയുടെ കുഞ്ഞു ജാറ് ഇപ്പോൾ തന്നെ ഏകദേശം നിറഞ്ഞു. ഇനി ഒരു വലിയ ജാറിലേക്ക് എന്തായാലും മാറ്റേണ്ടി വരും. അടുത്തതായിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മസാലകൾ കൂടി ഇത് ചേർക്കേണ്ടതുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഈ ഒരു റെസിപ്പിയിൽ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ കൂട്ടുകാരെ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3 തണ്ട് കരിവേപ്പില. കറിവേപ്പിലയും മല്ലിയിലയുമാണ് പച്ച മസാലയുടെ സൂത്രധാരൻ. അടുത്തതായിട്ട് 1 സ്പൂൺ ഉണക്കിയ കുരുമുളക്. കുരുമുളക് കയ്യിലില്ലാത്തവർ പകരം പൊടി ചേർത്താലും മതിയാവും. 3 പച്ചമുളക്. അടുത്തതായിട്ട് ഇനി വിനാഗിരിയാണ് ചേർക്കേണ്ടത്. ഞാൻ മിക്സിയുടെ ജാറൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, വലിയൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിയുടെ അളവ് കൂടിപ്പോവാൻ പാടില്ല. 1 സ്പൂൺ കൂടി വേണമെങ്കിൽ ചേർക്കാം, അതിൽ കൂടുതൽ പാടില്ല. അടുത്തതായിട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു കൂട്ട് തയ്യാറാക്കാനായിട്ട് വെള്ളം ചേർക്കേണ്ടതില്ല. വിനാഗിരിയുടെയും വെളിച്ചെണ്ണയും ബാക്കിയെല്ലാം ചേർന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ലൊരു ക്രീമി പേസ്റ്റിലാണ് അരച്ചെടുക്കേണ്ടത്. ഈ പച്ചമസാല ചേർത്ത് വേവിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വഴിയേ പറയാം കേട്ടോ. നല്ല ക്രീമി പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞപ്പോഴേക്കും അടുക്കള മുഴുവൻ അതിൻ്റെ മണമായിരുന്നു. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ആ പേസ്റ്റിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക. കുറച്ച് പേർ ഈ ഒരു റെസിപ്പിയിൽ ലാസ്റ്റ് ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാൻ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടോളൂ. എല്ലാ കൊഞ്ചും പച്ച മസാലയിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന മസാല നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. എല്ലാ കൊഞ്ചും ഡിപ്പ് ചെയ്ത് വെച്ച ശേഷം ആ ഒരു മസാല കൂടി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂർ ഇരിക്കുമ്പോഴേക്കും കൊഞ്ചിലേക്ക് പച്ച മസാലയുടെ എല്ലാ ഫ്ലേവറും അകത്തേക്ക് പിടിക്കും. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല വെളിച്ചെണ്ണയിലേക്കിട്ട് നമുക്ക് ഓരോന്നായി പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രുചിയിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അടുപ്പ് കത്തിച്ച് ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി വീത്തി കൊടുക്കുക. എണ്ണയിലേക്ക് 1 തണ്ട് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഓരോരോ കൊഞ്ചായിട്ട് അതിലേക്ക് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല മൂത്ത് പോവരുത്. മൂത്ത് പോയാൽ അതിൻ്റെ ജ്യൂസിനെസ് നഷ്ടമാകും. അതുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതിയാവും. ഒരു വശം ചെറുതായിട്ട് വെന്ത് വരുമ്പോഴേക്കും ഒന്നിളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മറുവശം കൂടി വേവിച്ചെടുക്കുക. 2 വശവും ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കൊഞ്ചിൻ്റെ ടെക്സ്ചറൊക്കെ വ്യത്യാസമായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്കൊന്ന് കോരി മാറ്റാവുന്നതാണ്. ബാക്കിയുള്ള കൊഞ്ച് കൂടി ഇതുപോലെ വേവിച്ചെടുക്കുക. എനിക്കിവിടെ 2 പ്രാവശ്യം ഇട്ടിട്ട് 3ാമതൊരു പ്രാവശ്യം കുറച്ചുകൂടി ഇടാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള കൊഞ്ചെല്ലാം വേവിച്ചെടുക്കുക. ബാക്കി വരുന്ന എണ്ണയിലേക്ക് ബാക്കിയുള്ള കൊഞ്ച് കൂടി ഇട്ട് ഞാൻ എല്ലാം വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഇട്ട കൊഞ്ച് കൂടി ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നേരത്തെ കോരി വെച്ചിരിക്കുന്ന കൊഞ്ച് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ബാക്കി വന്ന ഗ്രീൻ മസാല കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി ഈ ഗ്രീൻ മസാല പേസ്റ്റ് കൂടി നന്നായിട്ട് അതിലിട്ട് വരട്ടിയെടുക്കുക. അതിൻ്റെ പച്ച മസാലയുടെ കുത്തലും എല്ലാം മാറുന്നത് വരെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. ഇനിയാണ് പ്രോൺ നിർവാണയുടെ ഒരു മെയിൻ ഐറ്റം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ആ ഒരു മെയിൻ ഐറ്റമാണ് ഈ ഒരു കറിയുടെ സ്വാദിനെ വ്യത്യസ്തമാകുന്നത്. ഈ ഒരു ഗ്രീൻ മസാല ഇതിൽ നന്നായി കിടന്ന് മൂക്കുമ്പോഴേക്കും കുറച്ചുകൂടി നല്ല ഗ്രീൻ കളറായി മാറും. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കറിക്കുള്ള ഏകദേശം ഗ്രീൻ മസാല നല്ല പാകമായെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ നല്ല തിക്ക് ബാറ്ററിൽ നല്ല ഗ്രീൻ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. അരമുറി തേങ്ങയുടെ 1/4 പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ മധ്യത്തിലായിട്ട് വീത്തി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇതാണ് കറിയുടെ ഏറ്റവും ടേസ്റ്റും ഫ്ലേവറും എല്ലാം നൽകുന്ന ഒരൈറ്റം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നല്ല ഡാർക്ക് പച്ചയിൽ നിന്നും തേങ്ങാപ്പാൽ കൂടി ചേരുമ്പോഴേക്കും ഒരു ഇളം പച്ച നിറത്തിലേക്ക് നമ്മുടെ ഈ ഒരു കറി മാറുന്നുണ്ട്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇതിൻ്റെ ഗ്രീൻ മസാല തയ്യാറാക്കുന്ന രീതി, രണ്ടാമത്തത് പ്രോൺ ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല, മൂന്നാമത്തെ കാര്യം നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം ഇതിനായിട്ട് യൂസ് ചെയ്യാൻ. ഇത് 3ഉം പെർഫെക്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ പ്രോൺ നിർവാണ ഒരു വ്യത്യസ്തമായ പ്രോൺ ഡിഷായി മാറുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം വേവിക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് മുകളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഡിഷ് ഏകദേശം തയ്യാറായി കഴിയും. കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം എണ്ണ നന്നായിട്ട് തെളിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നോക്കൂ, എണ്ണ മുകളിലേക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നിറവും മണവും എല്ലാം പെർഫെക്റ്റ്. ഇതാണ് നമ്മൾ കാത്തിരുന്ന ആ നിമിഷം. നമ്മുടെ പ്രോൺ നിർവാണ തയ്യാറായി കഴിഞ്ഞു. ആക്ടർ ബേസിൽ ജോസഫ് പറഞ്ഞ് വൈറലാക്കിയ ഐറ്റം ഞാനും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ കൂട്ടുകാരെ, ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യുന്നത്. വീട്ടിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഇനി കൊഞ്ച് കിട്ടുമ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ട, ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുകയുള്ളൂ. വീട്ടിലെ താരം നിങ്ങളാകും. എനിക്ക് ഈ ഒരു റെസിപ്പിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്രീമിയും തിക്കുമായിട്ടുള്ള ഗ്രേവിയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഐറ്റം തയ്യാറാക്കി കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. എല്ലാവരും ഈ ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്യുക. അടുത്ത രുചികരമായ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.